ക്രൂര കൊലപാതകങ്ങൾ ചെയ്യാൻ അഫാൻ കൂട്ടുപിടിച്ചത് ലഹരിയെയാണോ? പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന സംശയമാണിത്. അതല്ലെങ്കിൽ ഒരേ ദിവസം വ്യത്യസ്ത സ്ഥലങ്ങളിൽ 3-ൽ കൂടുതൽ പേരെ കൊല്ലുന്ന കില്ലിംഗ് സ്പ്രീ പാറ്റേൺ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ അഫാൻ ഉപയോഗിച്ചു എന്നതാണ് സത്യം. ഒരു റിപ്പോർട്ടിലേക്ക്. രക്തം മറവിക്കുന്ന വാർത്തയായിരുന്നു വെഞ്ഞാറമൂടിൽ നടന്ന ആ കൊലകളുടേത്. 6 മണിക്കൂറിനുള്ളിൽ 5 നിഷ്ഠൂര കൊലപാതകങ്ങൾ. ചെയ്തതാകട്ടെ കേവലം 23 വയസ്സുകാരനായ ഒരാൾ. അഹാൻ എന്ന 23-കാരൻ തന്റെ ബൈക്കിന്റെ താക്കോൽ വിരലിട്ട് കറക്കിക്കൊണ്ട് ലാഘവത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു കയറി താൻ 5 പേരെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ഏറ്റുപറഞ്ഞപ്പോൾ പോലീസുകാർക്ക് പോലും പക്ഷേ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പൂ പറിച്ചു എന്ന ലാഘവത്തോടെ 5 പേരെ കൊന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണിത് വിശ്വസിക്കുന്നത്? പിതൃമാതാവ്, പിതൃ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, കൂടപ്പിറപ്പ്, പ്രണയിനി എന്നിങ്ങനെ ദയാദാക്ഷിണമേതുമില്ലാതെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊന്നത്. പണം ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞതിന് ഉമ്മയെ ആക്രമിക്കുന്നതോടെയായിരുന്നു തുടക്കം. ഷോൾ തലയിൽ കുരുക്കി നിലത്തടിച്ചപ്പോൾ ഉമ്മ ബോധരഹിതയായി. തലപൊട്ടി രക്തം നിലത്ത് പരന്നതോടെ ഉമ്മ മരിച്ചു എന്ന് കരുതിയ അഫാൻ പിന്നെ വീടിന് പുറത്തേക്ക്. തുടർന്നായിരുന്നു 5 കൊലപാതകങ്ങൾ. പലതരം കൊലപാതകങ്ങളിൽ ഒന്നിലധികം പേരെ കൊലപ്പെടുത്തുന്നതിനെ 3ആയാണ് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പരിശീലന വിഭാഗമായ ബിഹേവിയറൽ സയൻസ് യൂണിറ്റ് തരം തിരിച്ചിട്ടുള്ളത്. മാസ് മർഡർ, സീരിയൽ കില്ലിംഗ്, കില്ലിംഗ് സ്പ്രീ എന്നിങ്ങനെ. ഇതിൽ അഹാൻ ചെയ്ത കൊലപാതകങ്ങളെ കില്ലിംഗ് സ്പ്രീ എന്ന് വിളിക്കാം. ഒരേ ദിവസം പല സ്ഥലങ്ങളിൽ 3-ലധികം പേരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളെയാണ് കില്ലിംഗ് സ്പ്രീ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്. എന്തായിരിക്കും ഈ കില്ലിംഗ് സ്പ്രീക്ക് പിന്നിലെ മോട്ടീവ്? അഹാനെ ഇങ്ങനെയൊരു കൊലപാതക പരമ്പര നടത്താൻ പ്രേരിപ്പിച്ചത് സാമ്പത്തിക ബാധ്യതയാണെന്നാണ് തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ. അതോ ഇതുവരെ ആരും അധികം ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത വല്ല ആഭിചാരമോ അങ്ങനെ എന്തെങ്കിലും കാരണമാകുമോ എന്ന സംശയവുമുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ലഹരി തന്നെയായിരിക്കുമോ വില്ലൻ എന്ന ചോദ്യത്തിലേക്ക് കേരളത്തിന്റെ മനസാക്ഷി വീണ്ടും എത്തുന്നത്. ലോകത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കില്ലിംഗ് സ്പ്രീ കേസുകളിൽ 70% സിന്തറ്റിക് ലഹരിക്കടിമപ്പെട്ട പ്രതികളാണ് ചെയ്തിട്ടുള്ളത്. ഈ കണക്ക് ഈ സാധ്യതയെ വീണ്ടും അടിവരയിടുന്നു. മാത്രമല്ല, സാമ്പത്തിക ബാധ്യത കാരണം ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? ഒരു അണുകുടുംബം സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് കുടുംബനാഥൻ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല ഈ കൊലപാതകങ്ങളുടെ പാറ്റേൺ. അഹാനെ പോലുള്ള യുവാക്കൾ ഇനി ഇല്ലാതിരിക്കാൻ അരക്ഷിതമായ കുട്ടിക്കാലമില്ലാത്ത രീതിയിൽ മക്കളെ വളർത്താൻ മാതാപിതാക്കൾ കൂടെ തയ്യാറാകണം. എങ്കിൽ ഒരു പരിധിവരെ നല്ലൊരു യുവതയെ സൃഷ്ടിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.